അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പെരുന്നാൾ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരും നമ്മളെ നാട്ടിൽ തക്ബീറാണ് കേട്ടോ. എന്ത് രസമാണ് അത് കേട്ടിരിക്കാൻ. അത് കേട്ടിട്ട് എല്ലാവരും കൂടി മൈലാഞ്ചി ഇടലും പടക്കം പൊട്ടിക്കലും. രാവിലെ നീറ്റൽ ആദ്യം തന്നെ നോക്കാമ്പളിട്ടിട്ടുള്ള മൈലാഞ്ചി ചുവന്നിക്കണമെന്ന് കേട്ടോ. ആ ചുവന്നിക്കണമെന്ന് കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ കുളിച്ചൊക്കെ മാറ്റി ഫോട്ടോസ് എടുക്കലും പായസം കുടിക്കലും. പിന്നെ പെരുന്നാൾ പൈസ, അതാണ് നാട്ടിൽ മുഖ്യല്ലേ. വലിയപ്പാൻ്റെ അടുത്ത് ആദ്യം കിട്ടുക. ഇവിടെ പെരുന്നാൾ പൈസ ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഒരു നോർമൽ രാവിലെ എണീക്കണേ, ചായ കുടിക്കണേ, പള്ളിയിൽ പോണേ, പിന്നെന്താ ചോറുണ്ടാക്കണേ, കഴിക്കണേ, കിടന്നുറങ്ങണേ. ഇതാണ് നമ്മളൊരു പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ ഒരു ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി എന്ന് വരും. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഓർമ്മകളൊന്നും എനിക്ക് ഇവിടെ പെരുന്നാളിൽ നല്ല മൊഞ്ചുള്ള ചിക്കൻ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണി. ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ സെയിം എണ്ണയിൽ തന്നെ ഉള്ളി വാട്ട, ചിഞ്ചക്കാരി പേസ്റ്റ്, തക്കാളി, മല്ലിയില, പുതിനയിലൊക്കെ ഇട്ട് നന്നായി മിക്സ് ആക്കിയ ശേഷം ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല, ബിരിയാണി മസാല ഒക്കെ ഇട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് തൈര് ആഡ് ചെയ്യുക. തൈരും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ പൊരിച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി മിക്സ് ആക്കിയിട്ട് അതിന് മസാല റെഡി. അടുത്ത സ്റ്റെപ്പ് എന്താ, ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. അതിനാദ്യം അടിയിൽ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട്, മേലെ കുറച്ച് റൈസ് ഇടുക, പിന്നെ കുറച്ച് മസാല ഇടുക, റൈസ് ഇടുക, മല്ലിയില ഇടുക, നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി കിസ്മിസ് വണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഇനി ഒന്ന് ദമ്മിടണം. അതിൻ്റെ മേലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ എന്താ പറയുക ദമ്മിട്ടിക്കണം കേട്ടോ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്. സത്യം പറഞ്ഞാൽ പെരുന്നാളിന് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി, ചോറ് കഴിക്കൽ. എൻ്റെ മേലെ നല്ലൊരു മധുരം കൂടി കുടിച്ച് ഒരൊറ്റ ഉറക്കമാണ്. ആ ഉറക്കത്തിന് പ്രത്യേക ഒരു സുഖമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും പെരുന്നാളിന് സ്പെഷ്യൽ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പെരുന്നാൾ എങ്ങനെ ഉണ്ടെന്ന് എന്നുള്ളതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.